കാശിയിൽ പാതി കൽപ്പാത്തി. കൽപ്പാത്തിയിൽ താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണ വിധവയായ ലക്ഷ്മി അമ്മാൾ കാശിയിലേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. ആ യാത്രയിൽ നടത്തിയ വിശ്വനാഥ ദർശനത്തിൽ ഭക്തിയിൽ മുഴുകിയ ലക്ഷ്മി അമ്മാൾ തിരികെ എത്തിയത് കാശിയിൽ നിന്നും ഒരു ശിവലിംഗവുമായിട്ടായിരുന്നു. കൽപ്പാത്തിയിലെത്തിയ ലക്ഷ്മി അമ്മാൾ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട് രാജാവിന് നൽകി കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് ഒരു ക്ഷേത്രം പണിയാൻ അപേക്ഷിച്ചു. അങ്ങനെയാണ് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം രൂപം കൊള്ളുന്നത്. കാലങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിലെ പൂജാരിമാർക്കും ഭരണാധികാരികൾക്കുമിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് പാലക്കാട് രാജാവ് തഞ്ചാവൂരിൽ നിന്നും തമിഴ് ബ്രാഹ്മണരെ വരുത്തി ദിനംപ്രതി പൂജകൾ അവരെ ഏൽപ്പിച്ചു. അങ്ങനെ കുടിയേറിയ തമിഴ് ബ്രാഹ്മണരാൽ ഇവിടെ അഗ്രഹാരങ്ങൾ രൂപപ്പെട്ടു. അവർ കൊണ്ടുവന്ന തമിഴ് സംസ്കാരത്തിൻ്റെ ഭക്തിചാരങ്ങളിൽ പ്രധാനമായിരുന്നു രഥോത്സവം.